മദ്ബഹ അഥവാ അൽത്താര എന്നത് കർത്താവിന്റെ സിംഹാസനമാണ്. അതിലേക്ക് 3 പടികൾ, 3 സ്വർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾ നിൽക്കുന്ന ഹൈക്കലയെ മാർ പൗലോസ്ലിഹ കർത്താവിന്റെ ശരീരമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും, അല്ലെങ്കിൽ പറുദീസ. അതിന്റെ നടുവിൽ പുതിയ ഭൂമിയുടെ കേന്ദ്രമായ ഗാഗുൽത്ത. പഴയ നിയമകാലത്ത് മദ്ബഹയ്ക്ക് പുറത്തും ഹൈക്കലയ്ക്ക് പുറത്തും ഓരോ തിരശീലകൾ ഉണ്ടായിരുന്നു. ഹൈക്കലയിലേക്ക് കയറാൻ വിശ്വാസികൾക്ക് അനുവാദമില്ലായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവിന്റെ മരണസമയത്ത് ഹൈക്കലയ്ക്ക് മുൻപിലെ വിരി 2ആയി കീറിയെന്ന് വിശുദ്ധ ലിഖിതം പറയുന്നുണ്ട്. ഇങ്ങനെ ഈശോയുടെ തിരുമരണോത്ഥാനങ്ങളിലൂടെ ഹൈക്കലയിലേക്ക് ദൈവജനം പ്രവേശിക്കുന്നുവെന്ന് പൗലോസ്ലിഹ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസികൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു. എന്നാൽ ഇപ്പോഴും മദ്ബഹയിലെ തിരശീല നിലനിൽക്കുന്നു. എന്നാൽ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങുകയും തിരികെ കയറുകയും ചെയ്തുകൊണ്ട് ദിവ്യരഹസ്യങ്ങൾ അനുസ്മരിപ്പിക്കുന്ന സമയങ്ങളിൽ, അതായത് വിശുദ്ധ കുർബാനയുടെയും ചില ആചാരാനുഷ്ഠാനങ്ങളുടെയും സമയത്ത് ഈ തിരശീല നീക്കം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ അൾത്താരയിലേക്ക് കയറി കാർമികൻ ജനങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. തിരികെ ദൈവത്തിന്റെ അറിയിപ്പുകളും കൽപ്പനകളും അറിയിക്കേണ്ട സമയങ്ങളിൽ മാത്രം ജനത്തിന് നേരെ തിരിയുന്നു. ഇതാണ് 12 അപ്പസ്തോലന്മാർ സ്ഥാപിച്ചതും 1960കളിൽ വരെ എല്ലാ സഭകളും അർപ്പിച്ച കുർബാന. എന്നാൽ ജനാഭിമുഖത്തിൽ പുരോഹിതൻ കർത്താവിന്റെ സിംഹാസനത്തിന് ബദലായി തന്നെ ദൈവത്തിന് പകരം രാജാവാക്കുന്നു. ദൈവജനം കർത്താവിന്റെ സിംഹാസനത്തിലേക്ക് നോക്കി ആരാധിക്കുന്നതിന് പകരം വൈദികനെ നോക്കി ആരാധിക്കേണ്ടി വരുന്നു. വിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ചതുപോലെ ജെറുസലേമിൽ 3ആം ആരാധനാലയം പണിത് അന്ത്യക്രിസ്തു അതിലെ അൾത്താരയിൽ സിംഹാസനാസ്ഥനായി താനാണ് എല്ലാത്തിന്റെയും പരിപൂർണത എന്ന് പഠിപ്പിക്കും എന്നതിന്റെ ഒരു പ്രതീകമാണ് ജനാഭിമുഖ കുർബാന ക്രിയ.